ശ്രീ ഹർഷോ ഒരു മിനിറ്റ്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠൻ? ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ എന്താ പറയാ ഈ പറഞ്ഞ മാതിരി വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്റെ കോളേജിലെ വിദ്യാർത്ഥികൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എന്താ പറയാ ഈ നിസ്സാരമായ ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. റാഗിംഗ് കേസിൽ ഒന്നാം പ്രതി ആയിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ആണ് ഒരു കോളേജിലെ റാഗിംഗ് വിരുദ്ധ എന്താ പറയാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതത്ര നിസ്സാരമായിട്ട് ശ്രീ ഹർഷോയ്ക്ക് തോന്നുന്നുണ്ടോ? യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. നിങ്ങൾ കേരള എന്താ പറയാ കേരളത്തിന് മൊത്തം പുറത്തോട്ടും SFIക്ക് ഒരു നിലപാടും കണ്ണൂർ ജില്ലയിൽ വേറെ നിലപാടും അതേപോലെ കേരളത്തിന് മൊത്തം ഒരു നിലപാടും ഡൽഹിയിൽ വേറെ നിലപാടുമാണോ? അല്ലല്ലോ, ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ സഞ്ജീവ് പ്രതിയായിട്ടുള്ള ഈ എന്താ പറയാ ഒന്നാം പ്രതിയായിട്ടുള്ള കേസ് റാഗിംഗ് കേസ് ശ്രീ ഹർഷോ അത് ചർച്ച ചെയ്തിട്ടാണെങ്കിലും ഒന്ന് പോയി എടുത്ത് പരിശോധിക്കണം. അതിലെന്താ സംഭവിച്ചിട്ടുള്ള ആ കോളേജിലെ വിദ്യാർത്ഥികളോടൊന്ന് സംസാരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്റെ കോളേജിൽ വന്നിട്ട് ഇലക്ഷൻ ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞിട്ട് ജനാധിപത്യത്തെ പറ്റിയൊക്കെ വലിയ ക്ലാസ് എടുത്തു പോയത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ പ്രസംഗം കേട്ടിട്ടെങ്കിൽ ചിരി വന്നു പോയിട്ടുണ്ട് ശ്രീ ഹർഷോ. കാരണം വെച്ചാൽ നിങ്ങളുടെ ആ ക്യാമ്പസിലെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ജനാധിപത്യത്തെ പറ്റി ചോദിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഉള്ളത് എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് മുർഷിദിനെ തല്ലിയിട്ടുള്ളത്. ഇതൊന്നും ആർക്കും അറിയാത്തതിനോ ചിലപ്പോ നിങ്ങൾക്ക് ഈ പാലക്കാട് ക്യാമ്പസിന് പുറത്തുള്ള ആളുകൾ പൊട്ടനാക്കാൻ പറ്റും. പാലാടുള്ള വിദ്യാർത്ഥികൾ പൊട്ടനാക്കാൻ പറ്റും. ഒന്നാമത്തെ പ്രശ്നം ഈ തീവ്രവാദ ചാപ്പ് തന്നെയാണ് കേട്ടോ. അതിലേക്ക് വരുന്നതിന് മുൻപ് ആർഷോ ഈ റാഗിംഗ് ചർച്ച ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയിലാണ്. അപ്പൊ ആർഷോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എപ്പിസോഡിന്റെ തുടക്കം മുതൽ എടുക്കാം. സഞ്ജീവ് ഈ കേസിൽ ഒന്നാം പ്രതിയാണ്. ആ സഞ്ജീവിന്റെ ഇപ്പോഴത്തെ സംഘടനാ പൊസിഷൻ നമുക്കറിയാവുന്നതാണ്. അപ്പൊ പിന്നെ എന്ത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങ് ഈ വിഷയം റേസ് ചെയ്യുന്നത്? 8 മാസം മുൻപ് ആ ക്യാമ്പസിനകത്ത് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി തയ്യാറാണ്. മീഡിയ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് SFI KSU സംഘർഷം എന്ന് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ കേസ് എടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയം. ആ വിഷയത്തിനകത്ത് അതേത് ഘട്ടത്തിൽ അത് റാഗിംഗ് ആയിട്ട് മാറ്റപ്പെടുന്നത്? നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അത് റാഗിംഗ് ആണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട മുഴുവൻ ഏജൻസികളും 3 ആ ക്യാമ്പസിനകത്ത് ആന്റി റാഗിംഗ് സെൽ ആ കേസ് പരാതി അന്വേഷിച്ചു. യൂണിവേഴ്സിറ്റി ആന്റി റാഗിംഗ് സെല്ല് ആ പരാതി അന്വേഷിച്ചു. പോലീസ് അന്വേഷിച്ചു. അന്വേഷിച്ച ഒരു ഏജൻസിയും അത് റാഗിംഗ് ആണെന്ന് കണ്ടെത്തിയിട്ടില്ല. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണെന്ന് കണ്ടെത്തുകയും അവിടെ റാഗിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയം. അതെങ്ങനെ 8 മാസത്തിനിപ്പുറം മീഡിയ വൺ റാഗിംഗ് ആവുന്ന 8 മാസം മുൻപ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തപ്പോ സംഘർഷമായിരുന്നു ഒരു വിഷയം. എന്നോട് മറുപടി അറിയും. നിങ്ങൾ ആ ക്യാമ്പസ് വിദ്യാർത്ഥികളോട് മറുപടി അറിയും. ഈ മുർഷിദിന്റെ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളോട് മറുപടി അറിയും. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല, വിളിച്ചു തന്നെയല്ലേ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കടക്കമുള്ള പലതരം ആരോപണങ്ങളുണ്ട്. അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ അവിടുത്തെ ആളുകൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയോ? നിങ്ങൾ വലിയ ജനാധിപത്യത്തെ പറ്റിയൊന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ ക്യാമ്പസിൽ ഒരു ജനാധിപത്യം അനുഭവിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ലേ? മുതലും പലിശ ചേർത്ത്